കന്നിക്കലവറ നിറച്ചതോടെ പാലക്കുന്ന് കഴകത്തിന് കീഴിലെ ചിറമ്മൽ മലാങ്കുന്ന് തല്ലാണി തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 16 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ തെയ്യംകെട്ട് നടക്കുന്നത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. അനുബന്ധ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം തറവാട് വകയായുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് ആദ്യം കലവറയിൽ സമർപ്പിച്ചത്. സ്ഥാനികരുടെയും വെളിച്ചപ്പാടുകളുടെയും കാർമ്മികത്വത്തിൽ കൊളുത്തിയ നിലവിളക്ക് ഉത്സവം തീരും വരെ കെടാവിളക്കായി കലവറയിൽ പ്രകാശം ചൊരിയും. തുടർന്ന് ചിറമ്മൽ പ്രാദേശിക സമിതി, തൃക്കണ്ണാട് പാറമ്മൽ ശ്രീ ധർമ്മദൈവം തറവാട്, ചേറ്റുകുണ്ട് മീത്തൽ ശ്രീ വയനാട്ടുകുലവൻ തറവാട്, മാങ്ങാട് ബാര പ്രാദേശിക സമിതി, കിഴക്കേവീട് ശ്രീ വയനാട്ടുകുലവൻ തറവാട്, തല്ലാണി ഹെഗ്ഡെ തറവാട്, ചിറമ്മൽ വലിയവീട് തറവാട്, മലാങ്കുന്ന് പുത്തിക്കോടി ശ്രീ വയനാട്ടുകുലവൻ തറവാട്, പട്ടത്താനം വലിയവീട് ശ്രീ വയനാട്ടുകുലവൻ തറവാട്, കരിപ്പൊടി പ്രാദേശിക സമിതി, തല്ലാണി കൂട്ടായ്മ തുടങ്ങി വിവിധ ഇടങ്ങളിൽ നിന്നും ഘോഷയാത്രയായും അല്ലാതെയും ഫലങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളുമെല്ലാം തല്ലാണി തറവാട്ടിലെത്തി കലവറയിൽ സമർപ്പിച്ചു. ആരാധനാലയങ്ങളുണ്ട്. നമ്മുടെ നാടിന്റെ സർവ്വൈശ്വര്യങ്ങൾക്കും നിതാന്തമായി നാട്ടുമക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും കാവൽ കടാക്ഷമായി നിലകൊള്ളുന്ന ഈ പവിത്ര സംഗീതത്തിൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നിറഭക്തിയോടെ നടത്തപ്പെടുകയാണ്. കലവറ സൂക്ഷിപ്പുകാരായി നിയുക്തരായ മനോജ് മണിയാണിയും സഹായി കോതർമത്ത് കുജിരാമനും സദാസമയവും ഇനി കലവറയിലുണ്ടാകും. വൈകിട്ട് പ്രാദേശിക മാതൃസമിതിയുടെ നേതൃത്വത്തിലുള്ള മെഗാ തിരുവാതിരക്കളിയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. കലവറ നിറയ്ക്കൽ കഴിഞ്ഞെങ്കിലും ദൈവികമായ മറ്റു ചടങ്ങുകൾ വെള്ളിയാഴ്ചയാണ് തുടങ്ങുക. സന്ധ്യയ്ക്ക് കൈവീതിനു ശേഷം മറക്കളത്തിൽ തിരിതെളിയുന്നതോടെ ഈ ഇടം മറ്റൊരു കൊട്ടിലകമാകും. തോറ്റം ചൊല്ലിക്കഴിഞ്ഞാൽ തെയ്യംകെട്ടിനുള്ള കോലധാരികളെ പ്രഖ്യാപിക്കും. വയനാട്ടുകുലവൻ തറവാട് തെയ്യങ്ങൾ കൂടലും വിഷ്ണുമൂർത്തി, പടിഞ്ഞാറ്റ ചാമുണ്ടി, കുറത്തിയമ്മ തെയ്യങ്ങളുടെ തുടങ്ങലും പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റവുമാണ് നടക്കുക. ശനിയാഴ്ച പുലർച്ചെ 3 മണിക്ക് പൊട്ടൻ തെയ്യവും തുടർന്ന് 5 മണിക്ക് കുറത്തിയമ്മയും അരങ്ങിലെത്തും. 10 മണിയോടെ വിഷ്ണുമൂർത്തിയുടെയും തുടർന്ന് പടിഞ്ഞാറ്റ ചാമുണ്ടിയുടെയും പുറപ്പാട് നടക്കും. 2 മണിക്ക് രാജരാജ ഗുളികൻ നിറഞ്ഞാടും. 4 മണിക്ക് കാർത്തും തെയ്യത്തിൻ്റെയും 6 മണിക്ക് കോരച്ചൻ തെയ്യത്തിൻ്റെയും വെള്ളാട്ടങ്ങൾക്ക് ശേഷം
9 മണിയോടെയാണ് ശ്രീ കണ്ടനാർക്കേളൻ്റെ വെള്ളാട്ടവും വപ്പിടലും നടക്കുക. 19 രാവിലെ 9 മണിക്ക് കർന്നോം തെയ്യവും 10 മണിക്ക് കോരച്ചൻ തെയ്യവും 11 മണിക്ക് കണ്ടനാർക്കേളൻ തെയ്യവും അരങ്ങിലെത്തും. വൈകുന്നേരം 3 മണിക്കാണ് വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ പുറപ്പാടും ചൂട്ടൊപ്പിക്കൽ ചടങ്ങും. ശേഷം വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ പുറപ്പാടുമുണ്ടാകും. 10 മണിക്ക് മറപിളർക്കൽ ചടങ്ങും തുടർന്ന് വിളക്കിലേറി കൈവീരം നടത്തി തെയ്യംകെട്ടിന് സമാപനം കുറിക്കും. സമാപന ദിവസം സന്ധ്യ വരെ സദാസമയവും ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുമെന്നും 18 രാത്രി കണ്ടനാർക്കേളൻ്റെ വെള്ളാട്ട സമയത്ത് മാത്രമേ ഭക്ഷണശാല അടച്ചിടുകയുള്ളൂവെന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ CH നാരായണനും വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് K ബാലകൃഷ്ണനും ജനറൽ കൺവീനർ PV കുഞ്ഞിരാമനും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.